മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് CMRL കോടികൾ നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണെന്നും SFIO ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ആ നേതാവ് ആരെന്ന് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM-നും ഉണ്ടെന്ന് കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ നേതാവ് താനല്ലെന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് പാർട്ടി സെക്രട്ടറിക്കും ഉണ്ടോയെന്ന് KPCC ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ കുഴൽനാടൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആദായനികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ PV താനല്ലെന്ന് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തോട് പറയുവാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? CMRL-ന്റെ കോടികൾ കൈപ്പറ്റിയ PV താനാണെന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാണ് മുഖ്യമന്ത്രിയുടെ മൗനം. യഥാർത്ഥത്തിൽ കേരളത്തിൽ ആ പേരുള്ള മറ്റൊരു പൊതുപ്രവർത്തകനുണ്ടോ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ SFIOയ്ക്ക് അനുവദിച്ച കാലാവധി 8 മാസമായിരുന്നു. എന്നാൽ നിലവിൽ അന്വേഷണം പൂർത്തിയായില്ല. സമയപരിധി കഴിഞ്ഞിട്ട് 3 മാസത്തോളമായി. KSIDCയും വീണയും ഓരോ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. അവിടെ നിന്നും തിരിച്ചടി കിട്ടിയപ്പോൾ CMRL-നെ കൊണ്ട് 3ാമത്തെ ഹൈക്കോടതി സമീപിക്കുകയും ചെയ്തു. 2 ഹൈക്കോടതികൾ തള്ളുകയും 3ാമത്തെ ഹൈക്കോടതി ഇടപെടാൻ മടിക്കുകയും ചെയ്ത കേസിലാണ് 8 മാസമായിട്ടും അന്വേഷണം റിപ്പോർട്ട് നൽകാതിരിക്കുന്നത്. ആർക്കുവേണ്ടിയാണ് അന്വേഷണം യഥാർത്ഥത്തിൽ നീട്ടിക്കൊണ്ടുപോകുന്നത്? SFIO അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞത് അന്വേഷണം പൂർത്തിയായെന്നായിരുന്നു. എങ്കിൽ എന്തുകൊണ്ട് നടപടിയിലേക്ക് കടക്കുന്നില്ല എന്ന ചോദ്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അന്വേഷണം അനാവശ്യമായി നീട്ടാൻ പുതിയ വാദം നിരത്തുന്നതിന്റെ ഭാഗമായാണ് നേതാക്കൾക്ക് പുറമെ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർക്കും CMRL പണം നൽകിയെന്നും നിലവിൽ പറയുന്നു. സത്യസന്ധവും ആത്മാർത്ഥവുമായി കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്നതിന് എത്രയോ മുമ്പ് പിണറായി മകളും ജയിലിലാകുമായിരുന്നു എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. അതുണ്ടാകാതെ സംരക്ഷിച്ചതും പിണറായിയുടെ രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുത്തതും യഥാർത്ഥത്തിൽ മോദിയാണ്. പിണറായിയെയും കുടുംബത്തെയും അഴിമതിയുടെ പേരിൽ പ്രധാനമന്ത്രി മോദി പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കേരളം പ്രധാനമായും കാണുന്നത്. പിണറായി മുഖ്യമന്ത്രിയായി തുടരുന്നത് മോദിയുടെ ദയ കൊണ്ട് മാത്രമാണെന്ന് പറയാം. ടോം ആൻഡ് ജെറിയിലെ ജെറിയുടെ അവസ്ഥയിലുള്ള പിണറായി BJPക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുമെന്ന നിലയിലാണിപ്പോൾ. BJPക്ക് വേണ്ടി SFIO ഒരു പാർലമെന്റ് സീറ്റ് കേരളത്തിൽ നേടിയിരുന്നു. അതിൽ നിർണായക പങ്കുവഹിച്ച ADGP MR അജിത് കുമാറിന് DGP-ആയി മുഖ്യമന്ത്രി സ്ഥാനക്കയറ്റം നൽകിയെന്നും കുഴൽനാടൻ ശക്തമായി ആരോപിച്ചു.